ഷോ, ഈ മാഷെന്താ വിളിക്കാത്തേ? ഇനി വിളിക്കില്ലേ? വിളിക്കും. രാത്രി മാഷ് തന്ന ഫോണും പിടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. വർഷയോട് ചോദിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ കിട്ടി. അച്ഛന് ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അമ്മയും ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. എല്ലാം കഴിഞ്ഞ് പൂർവാധിക ശക്തിയോടെ അച്ഛൻ എണീക്കുമ്പോൾ എന്താകുമോ എന്തോ. മാഷാണെങ്കിൽ അച്ഛനെപ്പറ്റി പറയുമ്പോഴേ എന്നോട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. അവർ തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേടിച്ചാണെങ്കിൽ മാഷിനോട് ചോദിക്കാനും വയ്യ. പെട്ടെന്നാണ് ബെഡിലിരുന്ന ഫോണ് വൈബ്രേറ്റ് ചെയ്തത്. സ്ക്രീനിൽ മാഷേട്ടൻ എന്ന് തെളിഞ്ഞു വന്നതും എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഞാൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ ദേവുട്ടി. മാഷിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ അലയടിച്ചതും എൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. പെണ്ണെ, കേൾക്കുന്നുണ്ടോ? പിന്നെന്താ ഒന്നും മിണ്ടാത്തത്? എന്തേലും പറ. അത് എനിക്ക് മാഷ് പറ, ഞാൻ കേൾക്കാം. ഞാൻ അതും പറഞ്ഞ് ബെഡിലേക്ക് കിടന്നു. അതെന്താ അങ്ങനെ? ഇന്ന് ദേവൂസിന് ഒന്നും പറയാനില്ലേ? മാഷേ, കാണാൻ തോന്നുന്നു. മാഷ് എവിടെയാ? ക്യാൻവാസിലെ മാഷിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു. അത് കേട്ട് മാഷ് പൊട്ടിച്ചിരിച്ചു. എനിക്ക് ദേഷ്യം വന്നു. അല്ലേലും ഈ മാഷ് ഇങ്ങനെയാ, വെറുതെ കളിയാക്കും. ഞാൻ മിണ്ടില്ല കേട്ടോ. അച്ചുടാ, എൻ്റെ ദേവുട്ടിക്ക് സങ്കടായോ? ആയി, ഞാൻ കുറുമ്പോടെ പറഞ്ഞു. എന്നാ എൻ്റെ പൊട്ടിപ്പെണ്ണ് ആ ജനലിൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നേ, ഞാൻ പിണക്കം മാറ്റിത്തരാം. മാഷ് പറഞ്ഞത് കേട്ട് ഞാൻ അന്തം വിട്ട് ബെഡിൽ നിന്ന് ചാടി എണീറ്റ് ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് കർട്ടൻ വലിച്ചു മാറ്റി. ഒരു ഇളം കാറ്റ് എന്നെ തഴുകി. എൻ്റെ നോട്ടം മതിലിൻ്റെ അപ്പുറത്ത് ബുള്ളറ്റിൽ ചാരി എന്നെ നോക്കി പുഞ്ചിരിക്കുന്ന മാഷിലെത്തി നിന്നു. ഞാൻ ജനൽ കമ്പിയിൽ കൈ ചേർത്തുകൊണ്ട് മാഷിനെ നോക്കി പുഞ്ചിരിച്ചു. ഇപ്പോൾ എൻ്റെ ദേവിട്ടിയുടെ വിഷമൊക്കെ മാറിയോ? ഇപ്പോൾ ഒരു നിമിഷം പോലും കാണാണ്ടിരിക്കാൻ പറ്റണില്ല മാഷേ. എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക. മാഷ് എന്ത് മായാജാലമാ എന്നിൽ കാട്ടിയേ? ഞാൻ അത് ചോദിച്ചു കേട്ട് മാഷ് പുഞ്ചിരിയോടെ എന്നെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇളകി മറിയുന്ന വികാരം എന്തെന്ന് എനിക്ക് തന്നെ നിർവചിക്കാൻ കഴിയാത്ത അവസ്ഥ. സായാഹ്നം എനിക്കിഷ്ടമാണ്. നക്ഷത്രങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പൂക്കൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിലും എത്ര ഇഷ്ടമാണെന്നോ എനിക്ക് നിന്നെ. ആ സ്നേഹം സത്യമായതുകൊണ്ടാകാം ഒരിക്കലും പിരിയാനാകാത്ത വിധം നിന്നിൽ ഞാൻ കുടികൊള്ളുന്നത്. മാഷിൻ്റെ വാക്കുകൾ ഒരു പ്രണയമഴ പോലെ എന്നിലേക്ക് വർഷിച്ചു. പരിശുദ്ധമായ പ്രണയത്തിന് എത്രയെത്ര നിർവചനങ്ങൾ! ഓരോ നിമിഷം കഴിയുന്തോറും എന്നെ വിട്ടുപിരിയില്ലെന്ന വാശിയോടെ മാഷിൻ്റെ മനസ്സിൽ ഒരു പ്രണയകൊട്ടാരം തന്നെ തീർത്ത് അതിൽ കൂടിയിരിക്കുന്നു. ഞങ്ങളിലെ മൗനം പോലും പരന്നു കിടക്കുന്ന നിലാവിനെ സാക്ഷിയാക്കി പ്രണയം പങ്കുവയ്ക്കുന്നു. ഇരുവരും പൊഴിക്കുന്ന നിശ്വാസങ്ങൾ പ്രണയച്ചൂടിൽ അലിയുന്നു. മാഷേ. മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചു. മാഷ് ഫോൺ ചെവിയോട് ചേർത്ത് എന്നെ തന്നെ നോക്കി ബുള്ളറ്റിലിരിക്കുകയാണ്. എന്താ ഒന്നും മിണ്ടാത്തെ? നീ പറ ദേവൂസേ. ഞാനും വരട്ടെ മാഷ് കൂടെ? എന്നെ കൊണ്ടുപോ? നിഷ്കുവായി ഞാൻ ചോദിച്ചത് കേട്ട് മാഷ് പൊട്ടിച്ചിരിച്ചു. എൻ്റെ നോട്ടം കണ്ടിട്ടാകണം മാഷ് ചിരി നിർത്തി. അതിന് നിന്നെ കൊണ്ടുപോകാൻ നിന്റെ തന്തപ്പിടി സമ്മതിക്കുമോ? മാഷൊരു പുച്ഛം കലർന്ന ഭാവത്തിൽ എന്നോട് ചോദിച്ചതും എൻ്റെ മുഖം വാടി. മാഷേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കാനാണെങ്കിൽ വേണ്ട. അതല്ല പിന്നെ? അത് നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ മാഷ് എന്നെ ഉപേക്ഷിക്കുമോ? ഞാൻ ചോദിച്ചു കേട്ട് മാഷ് ഒരു നിമിഷം നിശബ്ദമായി എന്നെ നോക്കി. ആ നിശബ്ദത എന്നിലൊരു പേടിയുളവാക്കി. പറ മാഷേ, എന്നെ വിട്ടിട്ട് പോകുമോ? ഇടറിയ ശബ്ദത്തോടെ ഞാൻ ചോദിച്ചു. ഞാൻ വിളിച്ചാൽ നീ എൻ്റെ കൂടെ ഇറങ്ങി വരില്ലേ ദേവുട്ടി? ആരൊക്കെ എതിർത്താലും നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണെങ്കിൽ നീ പോരോ എൻ്റെ കൂടെ? എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിയതുപോലെ. ഇത്രയും സ്നേഹം അനുഭവിക്കാൻ ഞാൻ യോഗ്യയാണോ? എൻ്റെ ജീവിതം തുടങ്ങിയത് മാഷിനോടൊപ്പമല്ല. ഇങ്ങനെ ചേർന്ന് നിന്ന് കളങ്കമില്ലാതെ സ്നേഹിക്കാൻ ഒരാളുണ്ടാവുമെന്ന് ഇന്നോളം കരുതിയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്കെൻ്റെ ജീവിതം പൂർണ്ണമാക്കാൻ, എന്നിലെ സ്ത്രീയെ പൂർണ്ണമാക്കാൻ എൻ്റെ മാഷ് വേണം. ഈ ജീവിതകാലം മുഴുവൻ. എന്നിൽ നിന്നുതിർന്ന വാക്കുകൾ കേട്ട് ആ മുഖം വിടർന്നു. ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. കണ്ണുകൾ തിളങ്ങി. നിശയിലെ നിലാവിനേക്കാൾ ശോഭയുണ്ട് ഇപ്പോൾ മാഷിന്. ഞങ്ങൾ വീണ്ടും ഒത്തിരി നേരം കണ്ണുകൾ കൊണ്ട് പരസ്പരം പ്രണയം കൈമാറി. അതെ, ഇനി എൻ്റെ മോളുസ് പോയി കിടന്നോട്ടോ. ഞാൻ പോവാ. ഗീതു അറിയാതെ വന്നതാ. അയ്യോ, പോവാണോ? കുറച്ചു നേരം കൂടി നിൽക്കും മാഷേ, കണ്ടു കൊതി തീർന്നില്ല. ഞാൻ ചിടുങ്ങിക്കൊണ്ട് പറഞ്ഞു. പോടി കോപ്പേ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ആണോ? എന്നാ പോക്കോ.
നാളെ നേരത്തെ വരണേ. എന്തോ എങ്ങനെ? ഇന്നത്തോടെ നിർത്തി, ഇനി ഞാൻ വരൂല. അപ്പോൾ ഞാൻ എങ്ങനെ കാണും? ഓ, ആ ഫോണിൽ വീഡിയോ കോൾ ഉണ്ടടി, പൊട്ടിക്കാളി. ഓ ആണല്ലേ, നല്ല പെണ്ണ്. പോയി കിടന്നുറങ്ങടി കൊണ്ടുമുളകെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിന്നെ മാഷ് കോള് കട്ട് ചെയ്യാൻ ഒരുങ്ങിയതും ഞാൻ വീണ്ടും വിളിച്ചു. എന്താടി? ഐ ലവ് യു. മാഷിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ലവ് യു ടു. ഇനി പോയി കിടന്നുറങ്ങ്, ഞാൻ പോവാട്ടോ. മാഷ് കോള് കട്ട് ചെയ്ത് എനിക്ക് നേരെ കൈവീശി കാണിച്ചു. തിരിച്ച് ഞാനും. മാഷിൻ്റെ ബുള്ളറ്റ് കണ്ണിൽ നിന്ന് മായുന്നവരെ ഞാൻ നോക്കി നിന്നു. പതിയെ നിദ്രയെ പുൽകുമ്പോഴും മനസ്സ് നിറയെ എൻ്റെ മാഷേട്ടൻ്റെ മുഖമായിരുന്നു. രാവിലെ കോളേജിൽ പോകാൻ റെഡിയായി ഞാൻ നേരെ അടുക്കളയിൽ ചെന്നു. ഗീതൂസ്, ഫുഡ് റെഡിയായില്ലേ? കിച്ചണിലെ ഒഴിഞ്ഞ സ്ലാബിൽ കയറിയിരുന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ക്യാരറ്റും പിടിച്ച് ഞാൻ ചോദിച്ചു. ദേ ഇപ്പോൾ ആകും, ഒരു 2 മിനിറ്റ്. അല്ല, ഇന്നെന്താ നേരത്തെ? ഞാൻ പറഞ്ഞില്ലേ ഗീതു, ഞങ്ങളുടെ കോളേജിൽ വെച്ചൊരു കോമ്പറ്റീഷൻ നടക്കുന്ന കാര്യം. അതിൻ്റെ കുറച്ച് വർക്കുണ്ട്. ഇനി വെറും ഒരാഴ്ചയേ ഉള്ളൂ. ഗീതു അതിന് ഒന്ന് മൂളി. മാവു പാത്രത്തിലേത് ദോശമാവ് തവിയിലാക്കി കല്ലിൽ വെച്ച് ചുറ്റിച്ചു. അതിനു മുകളിൽ നെയ്യ് പുരട്ടി. ഒരറ്റം മൊരിഞ്ഞതും അതൊന്ന് തിരിച്ചിട്ട് ആ ഭാഗം ഒന്ന് പൊള്ളിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് ചട്നി ഒഴിച്ച് എനിക്ക് തന്നു. എൻ്റെ മാതാശ്രീ ആയതുകൊണ്ട് പറയുകയല്ല, ഒടുക്കത്തെ കൈപ്പുണ്യാണ്. അതുകൊണ്ട് പുള്ളിക്കാരി ഉണ്ടാക്കുന്ന ഒരു ഫുഡും ഞാൻ വേസ്റ്റ് ആക്കാറില്ല. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ഞാൻ പോകാനൊരുങ്ങി. ഗീതുസേ, ഐ എം ഗോയിങ്. ബുള്ളറ്റിൻ്റെ കീയും കയ്യിലിട്ട് കറക്കിക്കൊണ്ട് അതും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് നടന്നു. മോനുസേ, ഒന്ന് നിന്നേ, ഒരു കാര്യം പറയട്ടെ. ഗീതു പുറകിൽ നിന്ന് വിളിച്ചു കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. എന്താ? അതെ, പറയുന്ന കൊണ്ടൊന്നും തോന്നരുത് വാദ്യാരെ. ഇനിയെങ്കിലും ഇങ്ങനെ രാത്രി ബാൽക്കണി വഴി ചാടിപ്പോയി സ്നേഹം കെടുക്കാതെ എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിൽ ഒരു താലിയും കെട്ടി ഇവിടെ കൊണ്ടുവന്ന് സ്നേഹിക്ക്. ഒരപേക്ഷയാണ്. ഗീതു പരിഹാസരൂപേണ എന്നെ ആക്കിക്കൊണ്ട് പറഞ്ഞതും ഞാൻ വായും പൊളിച്ച് ഗീതുവിനെ നോക്കി ഒരു എളി പാസാക്കി കൊടുത്തു. ഈ കൊച്ചു കള്ളി മനസ്സിലാക്കി കളഞ്ഞു. ഒന്നുമല്ലെങ്കിലും നിന്റെ ഓടയിൽ നിന്ന് എടുത്തത് ഞാനല്ലേടാ. ഓ തുടങ്ങി. ഇനി ശരിക്കും എന്നെ ഓടയിൽ നിന്ന് എടുത്തതാണോ? പറയാൻ പറ്റില്ല. ഗീതു അല്ലേ ആള്? ഗീതു, നിങ്ങൾക്ക് പണ്ട് ആക്രിപുറുക്കലായിരുന്നോ പണി? ഞാൻ അതും പറഞ്ഞ് ചിരിച്ചതും ഗീതു അവിടെ ഇരുന്ന ചൂലെടുത്ത് എന്നെ അടിക്കാൻ വാങ്ങിയതും ഞാൻ ഒരു ഓട്ടായിരുന്നു പുറത്തേക്ക്. അല്ലെങ്കിലും അമ്മമാരുടെ മുമ്പിൽ എന്നും നമ്മൾ കുറുമ്പ് കാണിക്കുന്ന മക്കളല്ലേ. കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ഒരു കാർ എൻ്റെ ബുള്ളറ്റിന് കുറുകെ കൊണ്ട് നിർത്തിയത്. മനുഷ്യന് നേരമില്ലാത്ത നേരം ഏത് നാറിയതാണാവോ ഇത്. ഞാൻ അക്ഷമനായി നോക്കിയിരുന്നു. ആ കാറിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് എനിക്കങ്ങോട്ട് കളിച്ചു കയറി. വേറെ ആരുമല്ല, ജീവൻ. കിട്ടിയതൊന്നും പോരാതെ വീണ്ടും വാങ്ങിക്കൂട്ടാൻ വന്നിരിക്കുകയാണ് മോൻ. ഗുഡ് മോർണിംഗ് സാർ. എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? കാമുകിയെ കാണാൻ തിടുക്കപ്പെട്ടു പോവുകയാണോ? ഒരു പുച്ഛം കലർന്ന രീതിയിൽ അവൻ എന്നോട് ചോദിച്ചതും അതിനേക്കാൾ ഇരട്ടി പുച്ഛം ഞാൻ തിരിച്ചു കൊടുത്തു. എന്നെ സ്നേഹം കൊണ്ട് മൂടാൻ എൻ്റെ കാമുകി അവിടെ കാത്തു നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റിയോ ജീവ? അതുകൊണ്ട് നീ വഴി മാറിക്കേ. സാറ് പോട്ടെ. പല്ല് ഞെരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞ് ഞാൻ ബുള്ളറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതും അവൻ വന്ന് വണ്ടിയുടെ കീ ഊരി കയ്യിലിട്ട് കറക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയാലാ സാറേ? സാറ് അന്നെനിക്ക് സമ്മാനം തന്നിരുന്നു, ഓർമ്മയില്ലേ? അതെനിക്ക് വല്ലാണ്ട് ബോധിച്ചു കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് തന്ന ആൾക്ക് ഞാൻ അതിലും വലിയ പ്രതിഫലം കൊടുക്കും. അതാണ് എൻ്റെ പോളിസി. അതും പറഞ്ഞ് അവനൊന്ന് നീട്ടി വിസിലടിച്ചു. അപ്പോഴേക്കും കാറിൽ നിന്ന് തടിച്ചു കൊഴുത്ത കുറേ കാട്ടുമാക്കാന്മാർ ഇറങ്ങി വന്നു. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് ഈ പന്നി. ഞാൻ അവനെ അടിമുടി നോക്കിക്കൊണ്ട് ഒന്ന് പുച്ഛിച്ചു. അത് കണ്ട് അവൻ്റെ മുഖം മാറി. എന്താടോ പുച്ഛിക്കുന്നത്? തന്നെ കൊല്ലും ഞാൻ. ശ്രീദേവി അവൾ എൻ്റെയാണ്. വേറാരും അവളെ മോഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൻ പറഞ്ഞത് കേട്ട് എൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്നു. ഞാൻ ബുള്ളറ്റ് സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി അവൻ്റെ നേർക്കുനേർ ചെന്നു. മോനെ ജീവ, റോങ് ടൈമിലാണ് നീ എൻ്റെ മുമ്പിൽ വന്നത്. ഒന്നാമതേ എനിക്ക് എവിടെയെങ്കിലും കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. അതിൻ്റെ കൂടെ നീ എൻ്റെ പെണ്ണിനെ പറ്റി കൂടി പറഞ്ഞാൽ പിന്നെ. അത്രയും പറഞ്ഞ് ഞാൻ അവനെ അടിമുടി നോക്കി. അവൻ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. ഇനി പേരിൽ മാത്രമേ നിനക്ക് ജീവനുണ്ടാകൂ എന്നെനിക്ക് തോന്നുന്നു. ഡാ! ജീവൻ അലറിക്കൊണ്ട് കൈ ചുരുട്ടി എൻ്റെ മുഖത്തിന് നേരെ വെച്ചുകൊണ്ട് പാഞ്ഞെടുത്തു. അതപ്പോൾ തന്നെ ഞാൻ എൻ്റെ വലം കൈ കൊണ്ട് തടുത്തു. അവൻ്റെ കൈ എൻ്റെ കയ്യിലിരുന്ന് ഞെരിഞ്ഞു. ഞാൻ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അവൻ തെറിച്ച് റോട്ടിലേക്ക് വീണു. അവൻ നിലത്ത് കിടന്ന് പൊളഞ്ഞു. അതിനിടയിലും അവൻ വിളിച്ചു പറഞ്ഞു, തല്ലിക്കൊല്ലടാ ഈ മോനെ. അവൻ ആജ്ഞ കേട്ട് ആ കാട്ടുമാക്കാന്മാർ എൻ്റെ നേരെ ഓടിയെടുത്തു.
ഓരോന്നോരോന്നായി വന്ന അവന്മാരെല്ലാം എൻ്റെ കലിപ്പ് തീരുന്നതുവരെ ഞാൻ തല്ലി. വന്നവരെല്ലാം കാലും കൈയും ഒടിഞ്ഞ് നിലത്ത് കിടന്ന് പൊളയുന്നത് കണ്ട് ജീവൻ പേടിയോടെ തിരിഞ്ഞോടാൻ തുടങ്ങി. അത് കണ്ട് ഞാൻ അവൻ്റെ പിറകെ ഓടി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ച് കൂമ്പിനിട്ട് നോക്കി 4-5 കുത്തു കൊടുത്തു. അപ്പം തന്നെ ചെക്കൻ തളർന്നു. പിന്നെ കൊടുത്തു ഒരു 5-6 അടി. ഡാം തുറന്നു വിട്ട പോലെ അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോരൊഴുകാൻ തുടങ്ങി. ഞാൻ അവൻ്റെ മുടിക്കുതിൽ പിടിച്ച് തല എൻ്റെ നേരെയാക്കി. പൊന്നു മോനെ ജീവ, ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി എന്നെ കൊണ്ട് നിന്റെ മേൽ കൈവെപ്പിക്കരുത്. ശ്രീദേവി എൻ്റെ പെണ്ണാണ്. അധികം വൈകാതെ എൻ്റെ താലിയുടെ അവകാശിയാകാൻ പോകുന്നവൾ. ഇടംകോലിട വന്ന പിന്നെ ഇതുപോലെ ഡയലോഗൊന്നും ഉണ്ടാകില്ല, ഫുൾ ആക്ഷനായിരിക്കും. അത്രയും പറഞ്ഞ് അവൻ്റെ മോന്തക്ക് ഒരെണ്ണം കൂടി കൊടുത്തു. ഡാ സിദ്ധു, ഇതെന്താ ഷർട്ടൊക്കെ ആകെ ചുളുങ്ങി മുടിയൊക്കെ അലങ്കോലായി കിടക്കുന്നത്? എന്തു പറ്റി? ബുള്ളറ്റ് പാർക്ക് ചെയ്തു വരുന്ന എന്നെ കണ്ട് വിമൽ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. ആകെ കുളമായിട്ടാണ് എൻ്റെ നിൽപ്പ്. ഞാൻ വേഗം എല്ലാം റെഡിയാക്കി. ഇനി ദേവ് കണ്ട അത് മതി, ചോദിച്ച് വെറുപ്പിക്കും. ഡാ എന്താടാ, എന്തു പറ്റി? നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ലടാ, വരുന്ന വഴി നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യനെ കണ്ടു. അവനെ ഞാൻ അനുഗ്രഹിക്കണമെന്ന് ഒരേ ഒരു വാശി. അപ്പോൾ ഞാൻ ഇരുകൈയും വെച്ച് അങ്ങോട്ട് അനുഗ്രഹിച്ചു. ആര്? ജീവനോ? ആ ജീവി തന്നെ. കൊച്ചു കള്ളൻ നല്ലോണം ഗുണദോഷിച്ചു അല്ലേ? ഒരു കള്ളച്ചിരിയുടെ അവൻ പറഞ്ഞു കേട്ട് ഞാനും ഒന്ന് വിളിച്ചു കൊടുത്തു. ചോദിച്ചാൽ പിന്നെ കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ? അത് കറക്റ്റ്. എടാ പിന്നെ നിന്നോട് ഞാൻ പറയാൻ മറന്നു. ആ ജീവനും പിന്നെ നിന്റെ പെണ്ണിൻ്റെ അച്ഛനും തമ്മി എന്തോ ഇടപാടുണ്ടല്ലോ. അവൻ പറഞ്ഞു കേട്ട് ഞാൻ നെറ്റിച്ചുളിച്ച് അവനെ ചോദ്യവാദത്തിൽ നോക്കി. അവർ തമ്മിൽ എന്തിടപാട്? ആർക്കറിയാം, എന്തോ ഉടായ്പാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ദേവുവിന് ജീവന് കൊടുത്ത് ആ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാനാകും കിളവൻ്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ സംഭവം പണിപാളും. എടാ നീ ആ കൊച്ചിനെ ഇങ്ങ് ഇറക്കിക്കൊണ്ടു വാ. നിങ്ങളുടെ കല്യാണം അങ്ങോട്ട് വേഗം നടത്താം. രാവിലെ ഗീതവും ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ വർഷം കൊണ്ട് അവളുടെ ക്ലാസ് തീരുമല്ലോ. അതുവരെ വെയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനി വൈകിയാൽ ചിലപ്പോൾ പ്രശ്നം ഗുരുതരാവും. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അതും പറഞ്ഞ് ചിലതൊക്കെ മനസ്സിൽ കണക്കൂട്ടുകയും ചെയ്തു.